റവയും പാലും കൊണ്ടൊക്കെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പി കേട്ടോ. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ദാ ഒരു അരക്കപ്പ് റവ, അതേപോലെ തന്നെ അരക്കപ്പ് പഞ്ചസാര, അരക്കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവ വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതാണെങ്കിലും കുഴപ്പമില്ല. നന്നായിട്ട് ഇതേപോലെ ഒന്നും കൂടി അടിച്ചെടുത്തോണ്ട് വരാം. ഇനിയിപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് പാല് ദാ ഇതേപോലെ ഒരു പാനിലേക്ക് ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സും കൂടി ചേർത്ത് എല്ലാം കൂടി ഇതേപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പരിവാകുമ്പോൾ നല്ല ടേസ്റ്റിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. കയ്യിൽ ഏലക്കപ്പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഈ സമയം ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. കണ്ടോ പാനിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. കയ്യിലെടുത്തപ്പോൾ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാത്ത ആ ഒരു പരുവത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഗ്യാസ് ഒരു മീഡിയം അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി ഇതാ ഇതേപോലെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ഒന്നും കൂടി സെറ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. പാത്രത്തിൽ കുറച്ച് നെയ്യും കൂടി ഒന്ന് പറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് ബദാമും അതേപോലെ തന്നെ കാഷ്നട്ടൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് നന്നായിട്ട് തണുത്ത് വരുമ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കട്ട് ചെയ്ത് കഴിക്കാവുന്നേ ഉള്ളൂ. അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ്. എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി കമന്റ്സ് ഒക്കെ അറിയിക്കുക കേട്ടോ.